എൻ്റെ ഒരു കൂട്ടുകാരൻ സുജിത് എന്ന് പറയുന്നത് 10ാം ക്ലാസ് തോറ്റു കഴിഞ്ഞപ്പം അവൻ്റെ അച്ഛനൊരു ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തു. ഇവൻ ഈ സ്റ്റാൻഡിൽ കിടന്നിട്ടാണെങ്കിലും ഇവൻ കാര്യമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കൊന്നുമില്ല, മടിയാണ് അവൻ ഓടിക്കാനൊക്കെ. അവൻ അവിടെ കിടക്കും, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഓട്ടോറിക്ഷയുടെ അങ്ങനെ അത് പോയി ഇത് പോയി എന്നും പറഞ്ഞിട്ട് വീണ്ടും ഓട്ടോറിക്ഷ നന്നാക്കാനെന്നും പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ തിരിച്ച് മേടിച്ചുകൊണ്ടിരിക്കും രണ്ടാമത്. അങ്ങനെ ഈ ഓട്ടോറിക്ഷക്കാരെല്ലാം കൂടി ഉപദേശിച്ചിട്ട് ഇവൻ ഒരു ഓട്ടം കിട്ടിയത് അവൻ്റെ ഭാഗ്യം എന്താ വെച്ചാൽ അത് സിനിമയ്ക്ക് പോകുന്നവരായിരുന്നു. അവരുടെ കൂട്ടത്തിൽ സിനിമയും കാണാം, ഓട്ടം കിട്ടാൻ 8-10 കിലോമീറ്റർ ദൂരം തലയിലപ്പറമ്പിലേക്ക് ഒരു ഓട്ടം കിട്ടി. അപ്പോൾ ലോങ് ഓട്ടമാണല്ലോ, അത് കിട്ടി. ഇവൻ ഓട്ടം പോയ സമയത്ത് ആദ്യമായിട്ട് ഇവൻ്റെ അച്ഛൻ സ്റ്റാൻഡിൽ വന്നു ഇവൻ എങ്ങനെയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള ഓട്ടക്കാരോട് ചോദിച്ചു, സുഹിത്ത് എന്തേ എന്ന് പറഞ്ഞ്. അത് ലോങ് പോയി എന്ന് പറഞ്ഞു. ഈ പുള്ളി ഇന്നലെ അതിൻ്റെ ഏതാണ്ട് പോയെന്ന് പറഞ്ഞ് 10-200 രൂപ മുടക്കിയേ ഉള്ളത്. ഒരു നല്ല ധനികനായിട്ടുള്ള ഒരാളുണ്ട് ഞങ്ങളവിടെ. അയാളുടെ വീടിൻ്റെ പറമ്പിൽ തന്നെ സ്ഥലം കൊടുത്ത് താമസിക്കുന്ന മറ്റൊരാളുണ്ട്. അയാളുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് താമസിക്കുന്ന ഒരാളാണ്. അയാൾ ജീവിക്കുന്നത് ഇയാൾ കൊടുക്കുന്ന പൈസ കൊണ്ടാണ്. അയാൾ എന്ത് പണിയെടുത്താലും ഈ വീട്ടിലെ പണി മാത്രമേ എടുക്കുകയുള്ളൂ, വേറെ എവിടെയും പണിയെടുക്കാറില്ല. അയാൾക്ക് മോനുണ്ടായപ്പോൾ ഈ പണക്കാരനാണ് അരഞ്ഞാണം കെട്ടിക്കുന്നതും പൈസ കൊടുക്കുന്നതും പഠിക്കാൻ വിടുന്നതും എല്ലാം. അങ്ങനെ അവനെ പഠിക്കാൻ വിട്ട് സ്വാഭാവികമായിട്ടും വേറൊരാളുടെ പൈസയ്ക്ക് പഠിക്കുന്നതാണല്ലോ. നന്നായിട്ട് അവൻ 10ാം ക്ലാസ് തോറ്റു. ഇയാളുടെ മോൻ, ഈ താമസിക്കുന്ന ആളുടെ മോൻ 10ാം ക്ലാസ് തോറ്റു കഴിഞ്ഞപ്പോഴും 2 വർഷം ഇയാളുടെ കൂടെ റബ്ബർ തോട്ടവും കൃഷിയൊക്കെ ആയിട്ട് റബ്ബർ കൊടുക്കാനും എടുക്കാനൊക്കെ പോകുമ്പോൾ ഈ പയ്യനെ കൂട്ടത്തിൽ കൊണ്ടു നടന്നു. 18 വയസ്സ് തികഞ്ഞതിൻ്റെ പിറ്റേന്ന് അവനെ കൊണ്ടുവന്ന് ബാഡ്ജ് ലൈസൻസ് എടുത്തു കൊടുത്ത് ഇയാളുടെ ഒരു ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തു. ഈ ധനിയൻ പാവപ്പെട്ടവൻ്റെ മോനൊരു ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഇവനോട് പറഞ്ഞു, ഡീസൽ അടിക്കാൻ പൈസ എൻ്റെ വീട്ടിൽ നിന്ന് മേടിക്കണം, ഓടിക്കിട്ടുന്ന പൈസ നീ നിൻ്റെ വീട്ടിൽ കൊടുക്കണം, വണ്ടിക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, ബാക്കിയെല്ലാം നീ വീട്ടിൽ കൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു. കൊള്ളാം, ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണം എൻ്റെ വീട്ടിലോട്ട് വന്നോളാനും പറഞ്ഞു. അത്രയും നല്ല മനുഷ്യനാണ്. ഇവൻ ഉച്ചയ്ക്ക് ഒരു ദിവസം ഉണ്ണാൻ വേണ്ടി ഈ വീട്ടിൽ വന്നപ്പോൾ അന്ന് അവിടെ ആരും ഇല്ല. ഇവൻ പോകാനായിട്ട് തുടങ്ങിയപ്പം റബ്ബർ ഷീറ്റ് വരയിൽ ഇങ്ങനെ റബ്ബർ ഷീറ്റുകൾ കിടക്കുക ഇഷ്ടം പോലെ. ഒരു ഓട്ടോറിക്ഷയിൽ എത്ര റബ്ബർ ഷീറ്റ് കയറുമോ അത്ര റബ്ബർ ഷീറ്റും കുത്തി കയറ്റിയിട്ട് അങ്ങ് ദൂരെ കടുത്തുരുത്തിക്ക് അപ്പുറത്തൊരു സ്ഥലത്ത് കൊണ്ട് വിൽക്കാൻ പോയി. കട്ടെടുത്തു. ഇയാളുടെ വീട്ടിൽ നിന്ന് റബ്ബർ ഷീറ്റ് കട്ടെടുത്തിട്ട് വിൽക്കാൻ പോയപ്പം അവിടെ ഇവൻ വിൽക്കാൻ കൊടുക്കുന്ന ഈ റബ്ബർ ഷീറ്റൊക്കെ കൊടുക്കുമ്പോൾ ആ റബ്ബർ ഷീറ്റ് കടയുടെ ഓണറെ സംബന്ധിച്ചിടത്തോളം ഇവൻ പണ്ട് മറ്റേ മുതലാളിയുടെ ഇവിടെയൊക്കെ വന്നിട്ടുള്ളതാണല്ലോ, അറിയാം. അപ്പോൾ ഇയാൾ പൈസ മേടിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ ഓണർ പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്കൊന്നും ഷീറ്റ് തരാറില്ലല്ലോ, ഇന്നാണ് ഒരു ഇച്ചിരി ഷീറ്റും കൊണ്ട് വന്നതെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇയാൾ പോയിട്ടില്ലല്ലോ, ഷീറ്റ് അങ്ങോട്ട് കൊടുത്തിട്ടില്ലല്ലോ. പുള്ളി എന്നാലും മറ്റവൻ അത് ചെയ്തെങ്കിൽ ഇപ്പം അയാളെ അറിയിക്കണം നിർത്തണ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ഇവൻ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അയാൾ കാറ് വന്ന് നിർത്തിയിട്ട് ഇവനിങ്ങനെ കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞ് നിൽക്കുക. ഇയാൾ അവൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് എന്നോടിത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. ഇത്രേ പറഞ്ഞു. അയാൾ ചെന്ന് കാറ് കയറാറായപ്പോഴത്തേക്ക് ഇവൻ ഓട്ടോക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഇയാളിത് പറഞ്ഞല്ലോ, ഹലോ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു. പിന്നെ ആ കാറ് കയറാൻ പോയ പുള്ളി നിന്നു. ഇവൻ പതുക്കെ അയാളുടെ അടുത്ത് കിടന്നവരെ ചെന്നിട്ടേ, ഞാൻ നിങ്ങളുടെ പറമ്പിലാണ് താമസിക്കുന്നത്, എൻ്റെ അച്ഛൻ നിങ്ങളുടെ കൂടെയാണ് പണിയെടുക്കുന്നത്, നിങ്ങളെന്നെ പഠിപ്പിച്ചു, എനിക്ക് ഓട്ടോറിക്ഷ മേടിച്ചു തന്നു, ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒരു പൊതുസ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്ന് തനിക്ക് അറിയാൻ പാടില്ലടോ. ചെയ്ത ഒരു വലിയ തെറ്റാണ്. എന്നോട് ഇത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നെഞ്ചിനേറി പോയതാ. ഞാനൊരു ഷോ കഴിഞ്ഞ് നിൽക്കുമ്പോഴേ ഒരാൾ ഭയങ്കര വലിയൊരു സർക്കാസം അടിച്ചു എന്നോട് വന്നിട്ട്. ഞാനൊരു സ്കിറ്റ് അല്ല എന്തൊരു തമാശ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട്, നിങ്ങൾക്ക് ഈ തമാശ ലാലേട്ടനോടൊന്ന് പറയരുതോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ലാലേട്ടനെ കാണുമ്പോൾ അല്ലേ തന്നെ ഞാനങ്ങനെ ലാലേട്ടനെ കാണുമ്പോൾ തമാശ പറയേണ്ട ഒരു അവസരങ്ങൾ ഉണ്ടാകാറില്ല, ഞാൻ എന്തിനാണ് ലാലേട്ടനോട് തമാശ പറയുന്നത്? അല്ല, പുള്ളിയാണെങ്കിൽ ഈ പഴയ സാധനത്തിനൊക്കെ നല്ല വില തരും, ഞങ്ങൾ കാശും കൊടുത്ത് ഈ പഴയ തമാശ കാണേണ്ട ഒരു കാര്യമില്ലല്ലോ. എൻ്റെ വീടിനടുത്ത് ഒരു മുത്തശ്ശിയുണ്ട്, ഇത് മരിച്ചുപോയി. ആ മുത്തശ്ശി ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട്, അതെ ആ ഇടിയൻ ഇങ്ങനെ തന്നെ, ഇടിയൻ അതായത് നമ്മൾ നിലം തല്ലി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മിറ്റം വീട് പണി കഴിഞ്ഞിട്ട് ഇടിക്കുന്ന ഇരുമ്പിൻ്റെ നിലത്തിട്ട് ഇങ്ങനെ ഇടിക്കുന്ന, താഴെ ഒരു പരന്ന ഇരുമ്പിൻ്റെ കഷ്ണമുള്ള അതുകൊണ്ട് ഇങ്ങനെ മിറ്റം ഇടിക്കും നമ്മൾ. അപ്പോൾ ആ വീട്ടിലെ ഇടിയനുള്ളൂ അന്ന് കാലത്ത്. അപ്പോൾ എന്നോട് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ട്, ഇടിയൻ ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടിയനൊന്നും എടുത്തില്ലല്ലോ. എന്നാ ശരി, അടുത്ത വീട്ടിൽ പോയി കൊളിമ്പിലടിച്ചു, ഞങ്ങളുടെ ഇടിയൻ ഇങ്ങനെ തന്നെ. എന്നാ അവർ ഞങ്ങൾ നിങ്ങളുടെ ഇടിയൻ മേടിച്ചിട്ടല്ലോ. ഓക്കെ, അടുത്ത വീട്ടിൽ പിന്നെ റോട്ടിൽ കയറി എല്ലാ വീട്ടിലും കയറി, എൻ്റെ ഇടിയൻ ഇന്ന് കിട്ടണം, ഞങ്ങൾ നിങ്ങളുടെ ഇടിയൻ മേടിച്ചിട്ടല്ലോ എന്ന് വെച്ച് തിരിച്ചു പോകുമ്പോൾ ഞാൻ ചോദിച്ചേ, എന്നെ മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചു കിടക്കുന്ന വെച്ച് 3-5 ദിവസം മുമ്പ് ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ ഒരാൾ പുറത്ത് വന്ന് ഇടിയൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ആന്ന് പറഞ്ഞു, ഇത് ആരാ കൊണ്ടുപോയെന്ന് അറിയാൻ പാടില്ലെന്ന്.
തിളക്കം എന്ന് പറഞ്ഞ സിനിമയുടെ 100-ാം ദിവസം ആഘോഷം ഒരു ചാനലിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മളൊക്കെ സ്കിറ്റൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദിലീപേട്ടൻ്റെ ഫിഗർ ചെയ്യുന്നൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്. ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബണ്ണ് മേടിച്ചിട്ട് കവളത്താത്ത് മുഴുവൻ കുത്തി കയറ്റിയിട്ട് ഇങ്ങനായിട്ടാണ് ദിലീപായിട്ട് ഓരോ വേഷങ്ങളൊക്കെ കെട്ടി വരുന്നത്. ഇവൻ ദിലീപേട്ടനാകാൻ വേണ്ടി ബണ്ണാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇവൻ അന്ന് 10 വേഷങ്ങളെങ്ങാണ്ട് ചെയ്യുന്നുണ്ട് ദിലീപേട്ടൻ്റെ. കുഞ്ഞിക്കൂനൻ, മീശമാധവൻ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടേബിൾ നിറച്ച് ഇങ്ങനെ കൃതാവും അതും ഇതും പല്ലും സാധനങ്ങളും വിഗ്ഗും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും തിരികെ കയറ്റാൻ വേണ്ടി 3 ബണ്ണും വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് നനഞ്ഞ് ചെറുതായി പോകുമ്പോൾ അടുത്ത് കയറ്റി വെക്കണമല്ലോ കവിളിനകത്ത്. അപ്പോൾ അങ്ങനെ നിൽക്കാറായി. ഷോ തുടങ്ങാനൊരു 10-15 മിനിറ്റ് ഉള്ളപ്പം സിനിമാറ്റിക് ഡാൻസുകാർ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പ്ലേറ്റ് 3 ബണ്ണിരിക്കുന്നു. ഇത് അവിടെ നിന്ന് അവർക്ക് കഴിക്കാൻ വെച്ചതായിരിക്കും ഓർത്ത് ഇവർ ഈ ബണ്ണെടുത്ത് അങ്ങ് തിന്നു. ബണ്ണ് തിന്നിട്ട് ഇവൻ വന്ന് നോക്കിയപ്പോൾ ബണ്ണ് കാണാനില്ല. തുടങ്ങാറായി ഷോ. ഇവൻ അവിടെ നിന്ന് വിറയാൻ തുടങ്ങി. എൻ്റെ ബണ്ണ് കിട്ടാണ്ട് ഞാൻ എങ്ങനെ പരിപാടി ചെയ്യണം, ഇത് എന്ത് കഷ്ടം, ഇതിവിടെ ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ കോട്ടിട്ടൊരു ഉഗ്രൻ ആൾ വന്നിട്ട് എന്താ പ്രശ്നം, എന്താ ബണ്ണ് വേണം, എന്തിനാ ബണ്ണ്, ദിലീപിനാ എന്ന് പറഞ്ഞു. ദിലീപിനാന്ന് കേട്ട ഉടനെ 3 ഇന്നോവ എറണാകുളത്ത് ഏതോ ഒരു ബേക്കറിയിലോട്ട് പോയിട്ട് ഒറിജിനൽ ദിലീപേട്ടൻ വന്ന് ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ ഒരു പ്ലേറ്റിൽ 3 ബണ്ണ് വെച്ചിട്ട് പുള്ളിയുടെ അടുത്ത് കൊണ്ടൊക്കെ കൊടുത്ത് ദിലീപേട്ടൻ വേണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചും കൊണ്ടുപോയി.